നമ്മൾ മലബാർ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികൾ ചെയ്ത വിവിധ പ്രൊജക്റ്റുകൾ ഇവിടെ പിന്നെ എക്സ്പോ ചെയ്തതാണ്. നമുക്ക് പിന്നെ ഈ ഒരു കലോത്സവത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ എന്താണ് ചെറിയ 3-4 പ്രൊജക്റ്റുകൾ മാത്രമാണ് നമുക്കിവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ ഇത്തരം പ്രൊജക്റ്റുകളൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ ഓരോ വർഷങ്ങളായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. നമ്മുടെ ഈ ബാനറിൽ കാണുന്ന എല്ലാ പ്രൊജക്റ്റുകളും അതേപോലെ ഉള്ള സംഭവങ്ങളൊക്കെ ഓൾറെഡി കോളേജിൽ നമ്മൾ ചെയ്തതാണ്. അപ്പം അതിൽ പിന്നെ നമ്മൾ ഈ ഒരു മേളയെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ പിന്നെ എക്സിബിഷൻ എന്നുള്ള രീതിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ വിവിധങ്ങളായ പ്രൊജക്റ്റുകളുണ്ട്. ഇതിൽ കേരള സർക്കാരിൻ്റെ ഉദ്യമ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നെ അടുത്ത ഈ മാസം ഡിസംബറിൽ നമ്മുടെ വെക്കേഷനോടനുബന്ധിച്ച് ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ നടക്കുന്നത്. അടുത്ത 7-ാം തീയതിയാണ് അതിൻ്റെ പിന്നെ കോൺക്ലേവ് നടക്കുന്നത്. അപ്പോൾ അത്തരം പ്രോഗ്രാമുകളൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. ഇത് മലബാർ പോളിത്തെ ഒരു ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഉണ്ടാക്കിയ ഇതാണ്, പ്രൊജക്റ്റാണ്. ഇതിൻ്റെ പേര് എൻ്റെ ഗോഡ്സിലെന്നാണ്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താ വെച്ചാൽ ഇത് 4x4 ഡ്രൈവാണ്. ഇതൊരു ഒമ്നി വെഹിക്കിളാണ്. അപ്പോൾ ഒമ്നിക്ക് റിയൽ വീൽ ഡ്രൈവാണ് സാധാരണ ഉണ്ടായില്ല. അത് നമ്മൾ മാറ്റിയിട്ട് 4 വീൽ ഡ്രൈവ് ആക്കിയിട്ടുണ്ട്. അടിയിൽ ഡിഫറൻഷ്യൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് 4 വീൽ ഡ്രൈവ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം ഒരു മോഡിഫൈ ഒക്കെ ചെയ്തിട്ട് ഒരു ഓഫ് റോഡ് ലുക്ക് ആക്കിയിട്ടുണ്ട്. കാര്യങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതുപോലെ അത് ഇത് പറഞ്ഞാൽ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ഒരു ഫങ്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു വണ്ടിയാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടാലേ വണ്ടി പോകുള്ളൂ എന്നുള്ള ഒരു ഇതാക്കിയിട്ടുണ്ട്. ഇത് പിന്നെ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫുള്ളി ചെയ്സ് ഫ്രെയിം അടിച്ചുകൊണ്ട് ഒരു സ്പോർട്സ് ട്രാക്ക് ഓറിയൻറ്റഡ് ആക്കിയിട്ട് വണ്ടി ഇറക്കിയിട്ടുള്ളത്. പിന്നെ ഇത് പറഞ്ഞാൽ എൻജിൻ്റെ ക്രോസ് സെക്ഷൻ കാണിക്കാനാണ് ഇത് മെയിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു ഡീസൽ എൻജിൻ, ജീപ്പിൻ്റെ ഡീസൽ എൻജിൻ്റെ വർക്കിംഗ് കാണിക്കലാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ്. ഇതിൻ്റെ കാര്യങ്ങൾ കണ്ടില്ല, ജീപ്പ് ടോട്ടലി ക്രോസ് സെക്ഷൻ ചെയ്തിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വർക്കിംഗ് എങ്ങനെ ഒരാൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഡ്രൈവ് കൊടുക്കേണ്ട എങ്ങനെ വെച്ചാൽ നമ്മൾ ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് ഒരു മോട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇതിന് ഡ്രൈവ് കൊടുക്കേണ്ടത്. ഇത് ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ ഇതിൻ്റെ ഡ്രൈവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു ഇലക്ട്രിക്കിൻ്റെ ബൈക്കും അതേമാതിരി ഒരു ഇലക്ട്രിക്കിൻ്റെ കാറുമാണ്. ഇത് അവിടെ ചെയ്തതാണ്. ഇത് മൊത്തം എല്ലാ വണ്ടികളും അവിടെ ചെയ്ത് തന്നെയാണ്. ഇത് മുഴുവൻ ബാറ്ററിയിൽ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു കാറും അതേമാതിരി ഒരു ബൈക്കും ഉണ്ട് ഇവിടെ. ഇത് മൊത്തം ഒരു ഓഫ് റോഡ് ലുക്കിലോട്ടാക്കി മാറ്റിയിട്ടുണ്ട്.